സാർ ഇപ്പോൾ ഇന്റീരിയർ ചെയ്യാൻ ഉള്ള പ്ലാനാണല്ലോ. സാർ ഇപ്പോൾ ചെയ്യുന്നത് ശരിക്കുള്ള മെത്തേഡാണോ? ഒരിക്കലും അല്ല എന്ന് ഞാൻ പറയും. കാരണം വെച്ചാൽ സാറ് ഇന്റീരിയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഒരു ഡിസൈൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ സാറിൻ്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ ഒരു ഡിസൈൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസൈനെ ബേസ് ചെയ്ത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, സാറിന് ആ ഡിസൈൻ വെച്ചുകൊണ്ട് 10 പേരോട് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാലും സാറിന് ഏകദേശം ഒരു എസ്റ്റിമേഷൻ കറക്റ്റായിട്ട് ഒരു ആക്യുറേറ്റ് ഒരു എസ്റ്റിമേഷൻ കിട്ടും. ഇപ്പോൾ സാറ് ചെയ്യുന്നത് എന്താണ്? ഒരു പ്ലാൻ അയച്ചു തന്നിട്ട് ആ പ്ലാനിനെ ബേസ് ചെയ്ത് നിങ്ങളൊരു എസ്റ്റിമേഷൻ പ്രിപ്പയർ ചെയ്തത് എന്നും പറഞ്ഞാണ് സാർ നമ്മൾ അപ്രോച്ച് ചെയ്തത്. ഇപ്പം ഞാനൊരു എസ്റ്റിമേഷൻ സാറിൻ്റെ ആ പ്ലാനിനെ ബേസ് ചെയ്ത് ചെയ്യുകയാണ്. ഒരു ടി വി യൂണിറ്റ് ഞാൻ ഇട്ടേക്കാണ് 20,000 രൂപ. എന്താണ് 20,000 രൂപയുടെ ടി വി യൂണിറ്റ് എന്നുള്ളത് സാറിന് എങ്ങനെ അറിയാവുന്നത്? ഞാൻ എൻ്റെ മൈൻഡിൽ തോന്നുന്ന ഒരു ടി വി യൂണിറ്റ്, ഞാൻ ഇങ്ങനെ ചെയ്യുന്ന ഒരു ടി വി യൂണിറ്റ് ആണെന്ന് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ആ ടി വി യൂണിറ്റിനാണ് ഞാൻ ഇന്ന മെറ്റീരിയൽ യൂസ് ചെയ്ത് ചെയ്യുന്നതിന് മറൈൻ പ്ലൈവുഡ് വെച്ച് ലാമിനേഷൻ ചെയ്ത് വരുന്ന ടി വി യൂണിറ്റിന് 20,000 രൂപ കോസ്റ്റ് ചെയ്തു. ഈ 20,000 രൂപയുടെ ടി വി യൂണിറ്റ് എങ്ങനെ ഇരിക്കുമെന്നുള്ളതിനെക്കുറിച്ച് സാറിന് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പം ശരിക്കുള്ള ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിന് ഒരു ബഡ്ജറ്റ് കാണും. ഇൻറ്റീരിയറിന് എൻ്റെ കയ്യിൽ ഇത്ര എമൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് ഞാൻ ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ സാർ ആദ്യം ചെയ്യേണ്ടത് ഒരു പ്രോപ്പർ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുന്ന ഒരു ഫേമിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഓക്കെ, അത് ഒരിക്കലും ഞാൻ പറയുന്ന മറ്റേ 3,000-4,000 രൂപയ്ക്ക് ഡിസൈൻ ചെയ്ത് തരുന്ന 3D ചെയ്ത് തരുന്ന ഒരാളെ അല്ല കാണേണ്ടത്. കാരണം നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ആ ഡിസൈനിൻ്റെ എത്ര കോസ്റ്റ് വരും എന്നുള്ളത് അറിയാവുന്ന ഒരു ഫേം ആയിരിക്കണം. അത് ഈ പറയുന്ന പോലെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുന്ന ഫേമുകൾക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എക്സിക്യൂട്ട് ചെയ്യുന്ന കമ്പനികൾക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ ഒരു ടി വി യൂണിറ്റ് ചെയ്യുമ്പോൾ ആ ടി വി യൂണിറ്റിന് എത്ര പ്ലൈവുഡ് വേണം, എത്ര ലാമിനേഷൻ വേണം, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ഓരോ ലാമിനേഷൻ്റെ കോസ്റ്റ് എത്ര ആവും എന്നറിയാവുന്ന ഒരു കമ്പനിക്ക് മാത്രമേ ആ കോസ്റ്റിങ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ ഡിസൈനിങ് മാത്രം ചെയ്യുന്ന ഒരാൾക്ക് സാറ് ചെന്ന് അപ്രോച്ച് ചെയ്തിട്ട് സാറ് പറയാൻ 5 ലക്ഷം രൂപയുടെ ഇൻറ്റീരിയറിനുള്ള ഡിസൈൻ ചെയ്തതാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ 10 ലക്ഷം രൂപയുടെ ഡിസൈൻ കൺസെപ്റ്റൊക്കെ ആയിരിക്കും അയച്ചു തരുന്നത്. സാറിൻ്റെ ബഡ്ജറ്റിനെ ഓവറായി പോകും. അപ്പോൾ അതൊരു പ്രോപ്പർ മെത്തേഡല്ല. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ സാർ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഫേമിന് വർക്ക് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ഫേമിന് ഡിസൈനിങ് കൊടുക്കുക. അവർ ഡിസൈൻ ചെയ്തു തരും. ആ ഡിസൈനെ ബേസ് ചെയ്ത് സാർ ഒരു 10 പേരോട് എസ്റ്റിമേഷൻ ചോദിക്കുക. സാറിൻ്റെ കൺസെപ്റ്റിൽ ഒതുങ്ങുന്ന രീതിയിലായിരിക്കണം സാറിൻ്റെ ഡിസൈൻ ചെയ്യുന്നത്. അപ്പം സാറിന് അതിനൊരു ഫീസ് ചിലപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ സാറിന് അത് നഷ്ടമില്ല. അതല്ലാതെ സാറ് 10 അടുത്ത് നിന്ന് എസ്റ്റിമേഷൻ എടുത്ത് അതിൻ്റെ അകത്തുനിന്ന് ഏറ്റവും ലോവറായിട്ടുള്ള ഒരാൾക്ക് വർക്ക് കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ അവർ ഡിസൈൻ ചെയ്യാൻ നേരം ആകുമ്പോൾ സാറിൻ്റെ ഒരു ഫണ്ട് മേടിക്കും. ആ ഫണ്ട് മേടിച്ച് വെച്ചിട്ട് അവർ ഡിസൈൻ ചെയ്ത് തരുമ്പോൾ അതിൻ്റെ അകത്ത് പിന്നെ എക്സ്ട്രാ ഒരുപാട് ആഡ് ഓൺ ആവും. സാർ അവിടെ ലോക്കായി. അതുകൊണ്ട് ഒരിക്കലും ആ ഒരു തെറ്റ് ചെയ്യരുത്. കാരണം സാർ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാറിനെ പിന്നെ അവിടെ എത്ര ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാലും സാറിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചിലപ്പോൾ ആവത്തുമില്ല, സാറിൻ്റെ കോസ്റ്റിനേക്കാളും കൂടുതലാവാനും ചാൻസ് ഉണ്ട്. ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് ഡിസൈൻ ഡെവലപ്പ് ചെയ്യുക. അതിനെ ബേസ് ചെയ്ത് ഒരു BOQ പ്രിപ്പയർ ചെയ്യുക. ആ BOQയും ആ ഡിസൈനും വെച്ചുകൊണ്ട് സാറ് ഒരു 3-4 പേരുടെ അടുത്ത് എസ്റ്റിമേഷൻ എടുക്കുക. അതിൽ നിന്ന് സാറിന് നല്ലൊരു കമ്പനി ഏതാണെന്ന് നോക്കിയിട്ട് അവർക്ക് വർക്ക് കൊടുക്കുക. ഇതാണ് ശരിക്കുള്ളൊരു മെത്തേഡ് ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ. ഇപ്പം ഒരുപാട് കമ്പനികളുണ്ട് ഈ പറയുന്ന രീതിയിൽ ചെയ്യുന്നത്. ഏതെങ്കിലും നല്ല കമ്പനിയെ അപ്രോച്ച് ചെയ്യുക. അതല്ല നമ്മളും ഡിസൈൻ ചെയ്ത് തരുന്നുണ്ട്, നമ്മളെ വേണമെങ്കിൽ അപ്രോച്ച് ചെയ്യുക. നമുക്കും ഈ പറയുന്ന പോലെ ഡിസൈൻ ചെയ്ത് തരും. ഡിസൈൻ ചെയ്തിട്ട് ഒരു BOQ പ്രിപ്പയർ ചെയ്ത് തരും. ആ BOQ വെച്ചുകൊണ്ട് സാർ ഒരു 5 കമ്പനിയുടെ അടുത്ത് വേണമെങ്കിൽ എസ്റ്റിമേഷൻ എടുത്തു. നമ്മൾ തരുന്നതിനേക്കാട്ടിലും കൂടുതലായിട്ടാണ് അവർ തരുന്ന റേറ്റെങ്കിൽ നമ്മൾ തരുന്ന റേറ്റ് എന്ന് വെച്ചാൽ നമ്മളൊരു BOQ തരുമല്ലോ, ആ BOQ പറയുന്ന റേറ്റിൽ ഇപ്പോൾ സാറിൻ്റെ ഒരു ബഡ്ജറ്റ് സാർ 5 ലക്ഷം പറഞ്ഞാൽ ആ 5 ലക്ഷത്തിൽ ഒതുങ്ങുന്ന രീതിയിലായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്തത്. ആ എമൗണ്ടിനേക്കാളും കൂടുതലായിട്ടാണ് വേറെ കമ്പനികൾ സാറിന് തരുന്നത് എന്നുണ്ടെങ്കിൽ, BOQ എസ്റ്റിമേഷൻ തരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ആ എമൗണ്ടിൽ നമ്മൾ തീർത്ത് തന്നിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ തരുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ സാറ് പറയുന്ന എമൗണ്ട് 5 ലക്ഷം രൂപയുടെ ഡിസൈൻ നമ്മൾ ചെയ്യുന്നു. ആ 5 ലക്ഷം രൂപയ്ക്ക് തന്നെയായിരിക്കും നമ്മൾ BOQ തരുന്നത്. ആ എമൗണ്ടിൽ തന്നെ നമ്മളത് തീർത്തും തരും. ഇങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, ഇങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്. ഇതാണ് ഒരു കറക്റ്റ് മെത്തേഡ്. നമുക്ക് കോസ്റ്റ് സേവിങ് ആയിട്ടുള്ള രീതിയിൽ ഇൻറ്റീരിയർ ചെയ്യുന്നതിൻ്റെ ഒരു കറക്റ്റ് മെത്തേഡ് ഇതാണ്. കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതിനെ ബേസ് ചെയ്തിട്ടുള്ളത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.